പുലിറ്റ്സർ ട്രംപ് വിരുദ്ധ റിപ്പോർട്ടുകൾക്ക് നിറയെ സമ്മാനം. അവിടെ യുദ്ധം, ഇവിടെ തെരഞ്ഞെടുപ്പ്. വാർത്താ തലക്കെട്ടുകൾ ട്രംപും പിണറായിയും മമതയും മറ്റും സ്വന്തമാക്കി. ഇതിനിടെ ശ്രദ്ധ കിട്ടാതെ പോയ ഒരു വാർത്ത മാധ്യമരംഗത്തെ പുലിറ്റ്സർ സമ്മാനങ്ങളാണ്. മെയ് 4-ന് ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അമേരിക്കയിൽ US ജേർണലിസത്തിലെ ജേതാക്കളെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു സമ്മാനം ഇന്ത്യൻ ജേർണലിസ്റ്റുകളും നേടി. ഒരു കാര്യം എടുത്തു പറയണം, ഇത്തവണത്തെ പുരസ്കാരങ്ങളിൽ ഒരുപാട് എണ്ണം ട്രംപിനെതിരായ റിപ്പോർട്ടുകൾക്കാണ് കിട്ടിയത്. അധികാരത്തോട് നേര് പറയുന്ന ജേർണലിസം മാതൃകകൾക്ക്. ഉദാഹരണത്തിന് പൊതുസേവനം, പബ്ലിക് സർവീസ് എന്ന ഗണത്തിൽ വാഷിംഗ്ടൺ പോസ്റ്റിനാണ് പുരസ്കാരം. ട്രംപ് സർക്കാർ ഔദ്യോഗിക ഏജൻസികളെ തോന്നിയ പോലെ അഴിച്ച് പണിതതിനെ പറ്റിയാണ് അത്. അനേകം പേരെ പിരിച്ചുവിടേണ്ടി വന്നതിനെപ്പറ്റി. ഈ വാർത്താ പരമ്പര ട്രംപ് സർക്കാർ മൂടിവെച്ച പല ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവന്നു. ഇനി അന്വേഷണാത്മക റിപ്പോർട്ടിനുള്ള പുരസ്കാരമോ? ന്യൂയോർക്ക് ടൈംസ് അത് നേടിയത് ട്രംപ് എങ്ങനെ സ്വന്തം ബിസിനസ്സുകൾക്ക് വേണ്ടി അധികാരം ഉപയോഗപ്പെടുത്തി എന്നതിനെപ്പറ്റി ചെയ്ത വാർത്തകൾക്കാണ്. സ്വന്തം കുടുംബക്കാരുടെ ബിസിനസ്സുകളും ട്രംപിൻ്റെ സ്വന്തം ബിസിനസ്സുകളും വളർത്താൻ വേണ്ടി നിയമത്തിൻ്റെ പഴുതുകൾ ചൂഷണം ചെയ്തും അധാർമികമായ മറ്റ് ഇടപാടുകൾ നടത്തിയും അധികാരം ദുരുപയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ. മറ്റൊന്ന്, കുടിയേറ്റക്കാർക്കെതിരായ ട്രംപ് സർക്കാരിൻ്റെ മർദ്ദനമുറകളെപ്പറ്റിയാണ്. ആ മർദ്ദനമുറകൾ ജനങ്ങളെ ചെറുത്തുനിൽപ്പിൽ ഒന്നിപ്പിച്ചതിനെപ്പറ്റി വാർത്ത ചെയ്ത ഷിക്കാഗോ ട്രിബ്യൂൺ റണ്ണറപ്പായി. നാഷണൽ റിപ്പോർട്ടിങ്ങിൽ ജേതാക്കളായ റോയിറ്റേഴ്സും അധികാരം ഉപയോഗിച്ച് ട്രംപ് നടത്തിയ സ്വജനപക്ഷപാതമാണ് തുറന്നു കാട്ടിയത്. ഇങ്ങനെ സർക്കാർ വിരുദ്ധ വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അധികൃതരും വെറുതെ ഇരുന്നില്ല. വാഷിംഗ്ടൺ പോസ്റ്റിലെ ഹാന നതാൻസന്റെ വീട് FBI റെയ്ഡ് ചെയ്ത് ഫോണും മറ്റും പിടിച്ചെടുത്തത് സർക്കാർ വിരുദ്ധ വാർത്ത ചെയ്തതിനായിരുന്നു. അവർക്കും പുരസ്കാരമുണ്ട്. ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹാമിദ് അലി അസീസാണ് FBI വേട്ടക്കിരയായ മറ്റൊരു ജേർണലിസ്റ്റ്. US കുടിയേറ്റ വിരുദ്ധ നയമനുസരിച്ച് ഇമിഗ്രേഷൻ കസ്റ്റംസ് അധികൃതർ നടത്തിയ മനുഷ്യത്വമില്ലാത്ത വേട്ട റിപ്പോർട്ട് ചെയ്തതിനാണ് അദ്ദേഹത്തോട് ഇത്ര വിരോധം. We saw the State Department helping ICE track down and arrest a man from Mexico in front of his family, which really speaks to other government agencies trying to help ICE boost their arrest and deportation numbers. The State Department tipped us off on the case. It's a whole of government approach. That sharing of information is really a game changer for us. What are you doing here today? ¿Qué estás haciendo hoy aquí? A recoger a mi hermano para trabajar. En el roofing. Sí. We saw somebody who was arrested. ന്യൂയോർക്ക് ടൈംസിലെ ഹാമിദ് അസീസിനെ പോലെ FBI റെയ്ഡിനിരയായ വാഷിംഗ്ടൺ പോസ്റ്റിലെ ഹാന നതാൻസനെ പോലെ ട്രംപ് സർക്കാരിൻ്റെ വേട്ടയും പ്രതികാരവും സഹിക്കേണ്ടി വന്ന റോയിറ്റേഴ്സിലെ സ്റ്റാഫും പുലിറ്റ്സർ ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ട്രംപിൻ്റെ അധികാര ഗർവവും മാധ്യമ വിരോധവും നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവർ നേട്ടം കരസ്ഥമാക്കിയത്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ പുലിറ്റ്സർ നേടിയവർ ട്രംപിൻ്റെ ദുഷ്ചെയ്തികൾ തുറന്നു കാട്ടിയവരാണ്. അധികാര ദുഷിപ്പിനെ ചോദ്യം ചെയ്തവർക്ക് അവരർഹിച്ച അംഗീകാരം. ദേശീയ വാർത്താ വിഭാഗത്തിൽ റണ്ണറപ്പായവർ മുഴുവനും ട്രംപ് വിമർശകരാണ്. The finalists for national reporting: staff of Bloomberg for coverage of the Trump administration's deregulation of cryptocurrencies, which revealed conflicts of interest within a complex industry filled with unusual characters. Staff of Reuters, notably Ned Parker, Linda So, Peter Eisler, and Mike Spector, for documenting how the president used the U.S. government and the influence of his supporters to expand executive power and exact vengeance on his foes. Staff of the Washington Post, for reporting that tracked the impact of the Trump administration's mass deportation campaign, following it from a Chicago park to the White House, a tent encampment in Texas, and a Salvadoran prison.
നമ്മുടെ നാട്ടിലെ ഗോതി മീഡിയ എന്ന വിനീത വിധേയർക്ക് ചിന്തിക്കാനാകാത്തതാണ് ഈ ചങ്കൂറ്റമുള്ള മാധ്യമ പ്രവർത്തനം. ട്രംപിൻ്റെ ദുർഭരണം മാത്രമല്ല പുരസ്കാരം നേടിയ റിപ്പോർട്ടുകളിൽ ഉള്ളത്. അദ്ദേഹം ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിരുന്ന കാര്യം നിശിതമായി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്തതും കൂട്ടത്തിലുണ്ട്. വാൾസ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടർമാരായ ഖദീജ സഫ്ദറും ജോ പലസോലോയും റണ്ണറപ്പ് സ്ഥാനം നേടിയത് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ US നീതിന്യായ വകുപ്പിനെ നിർബന്ധിതമാക്കുന്ന തരത്തിൽ മൂർച്ചയുള്ള കുറ്റാന്വേഷണ റിപ്പോർട്ടുകൾ ചെയ്തതിനാണ്. ഇത്തവണ പഴയ ഒരു വീഴ്ച തിരുത്താനും പുലിറ്റ്സർ സമിതി തയ്യാറായി. എപ്സ്റ്റീൻ ഫയൽസ് വലിയ രാഷ്ട്രീയ കോളിളക്കമായി മാറാൻ കാരണം 8 വർഷം മുൻപ് ഒരു പ്രാദേശിക പത്രത്തിൽ വന്ന വാർത്താ പരമ്പരയാണ്. അതിന് ഇത്രകാലവും പുലിറ്റ്സർ നൽകിയിരുന്നില്ല. ആ വീഴ്ചയ്ക്ക് പ്രായശ്ചിത്തമെന്നോണം ഇക്കുറി മയാമി ഹെറൾഡ് പത്രത്തിനും റിപ്പോർട്ടർ ജൂലി കെ ബ്രൗണിനും പ്രത്യേക പരാമർശമുണ്ട്. 2017-18 കാലത്താണ് വൻ തോക്കുകളെ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു വനിതാ റിപ്പോർട്ടർ ഒരു ചെറുകിട പത്രത്തിൽ ആ പരമ്പര എഴുതുന്നത്. അവർ അനേകം ഇരകളെ നേരിട്ട് കണ്ട് അന്വേഷിച്ചു. എപ്സ്റ്റീന് വേണ്ടി പ്രോസിക്യൂട്ടർ നീതി സംവിധാനം അട്ടിമറിച്ചതായി കണ്ടെത്തി. ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളെ തുറന്നു കാട്ടിയ, തലസ്ഥാനങ്ങളെ വിറപ്പിച്ച വാർത്താ പരമ്പരയായി അത്. The special citation is awarded to Miami Herald reporter Julie K. Brown for her groundbreaking reporting in 2017 and 2018 that exposed Jeffrey Epstein's systematic abuse of young women, the justice system that protected him, and over time, his powerful network of associates and enablers. ഒരു പതിറ്റാണ്ടോളം പുലിറ്റ്സർ സമിതി ഈ റിപ്പോർട്ടിനെ അവഗണിച്ചു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രത്യാഘാതമുണ്ടാക്കിയ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിക്ക് 9 വർഷം കഴിഞ്ഞ് വീണ്ടും വിചാരം പോലൊരു പ്രത്യേക പരാമർശം. Her Perversion of Justice series, published nearly a decade ago, revealed how prosecutors shielded Epstein from federal sex trafficking charges when he was first accused of abusing young women. She went on to document and give voice to the scores of victims who had been groomed and abused by him and others in his circle. Her work and the release of the government's Epstein files continue to reverberate around the world. ജൂലി ബ്രൗൺ ചെയ്തത് ചെറിയ കാര്യമല്ല. ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരു ക്രിമിനലിൻ്റെ കഥ മാത്രമല്ല അവർ പറഞ്ഞത്. നീതിന്യായ സംവിധാനം എങ്ങനെ കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്നുകൂടിയാണ്. ജൂലിയുടെ റിപ്പോർട്ട് ഈ നീതികേടിനോടുള്ള വെല്ലുവിളി കൂടിയായിരുന്നു. Federal prosecutors gave Jeffrey Epstein a secret non-prosecution agreement without ever notifying his victims. We were victimized by Jeffrey Epstein, then re-victimized by the government. Billionaire financier Jeffrey Epstein has been arrested. A wealthy money manager whose friends have included presidents and a prince is behind bars in Manhattan tonight. Jeffrey Epstein is dead. Died by suicide overnight in a Manhattan jail cell. How did something like this happen? The jail system let us down, the government let us down. We should be having our day in court with Epstein. ആ വാർത്താ പരമ്പര ക്രിമിനലുകളുടെ അപാരമായ സ്വാധീനം വെളിപ്പെടുത്തി. കുടുംബത്തകർച്ച എങ്ങനെ പെൺകുട്ടികളെ കെണിയിലേക്ക് തള്ളിവിടുന്നു എന്ന് കാണിച്ചു തന്നു. സർക്കാരുകൾ എങ്ങനെ പിശാചുക്കളെ വളർത്തുന്നു എന്നും പറഞ്ഞു തന്നു. The Miami Herald discovered 80 victims and wrote about them in a riveting series called Perversion of Justice. Exposing Epstein's crimes and the high-powered people like Acosta who protected him. 9 വർഷം കഴിഞ്ഞ് ഈ ഉജ്ജ്വല റിപ്പോർട്ടിന് നൽകിയ അംഗീകാരം തന്നെയാകും ഇക്കൊല്ലത്തെ പുലിറ്റ്സർ പുരസ്കാരങ്ങളിൽ ശ്രദ്ധേയം. മയാമി ഹെറൾഡ് എന്ന ചെറുകിട മാധ്യമത്തിൽ വന്നതുകൊണ്ടാകുമോ ഇതിൻ്റെ പ്രാധാന്യവും പ്രഹരശേഷിയും ഇതുവരെ കാണാതെ പോയത്? ശ്രദ്ധേയമായ മറ്റൊരു പുലിറ്റ്സർ പുരസ്കാരം വാർത്താ ചിത്ര വിഭാഗത്തിലാണ്. അത് നേടിയത് സാഹിർ അൽ ഗുർറയാണ്. ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി അദ്ദേഹം എടുത്ത ന്യൂസ് ഫോട്ടോകൾ ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രഫി എന്ന ഗണത്തിലാണ് 1ാം സ്ഥാനം നേടിയത്. ന്യൂയോർക്ക് ടൈംസിൽ വന്ന ആധികാരികമായ ഗസ ചിത്രങ്ങൾ സാഹിർ അൽ ഗുർറ ജീവൻ കയ്യിൽ പിടിച്ച് എടുത്തവയായിരുന്നു. ആർദ്രവും ഹൃദയഭേദകവുമായ ചിത്രങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഗസയിൽ ചെയ്ത പാതകങ്ങൾ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു.
ഉറ്റവർ ഓരോരുത്തരായി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ വേദന, ആരോരുമില്ലാതായ അനേകം കുഞ്ഞുങ്ങൾ, പട്ടിണിയിലായ പതിനായിരങ്ങൾക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഭക്ഷ്യസഹായം, യാതനകളുടെ ഇരയായി ഫോട്ടോഗ്രാഫർമാരും റിപ്പോർട്ടർമാരും, പട്ടിണി കാരണം കൺമുന്നിൽ മരിച്ചു വീഴുന്നവർ, മരിച്ചവരും മരിക്കാനിരിക്കുന്നവരും. കൊളംബിയ സർവകലാശാലയാണ് പുലിറ്റ്സറിൻ്റെ നടത്തിപ്പുകാർ. അമേരിക്കൻ മാധ്യമങ്ങളെ മാത്രമാണ് പരിഗണിക്കുക. അതേസമയം US മാധ്യമങ്ങളിലൂടെ മറ്റ് രാജ്യക്കാരും സമ്മാനത്തിന് അർഹരാകാറുണ്ട്. 2 ഇന്ത്യക്കാർക്ക് ഇക്കൊല്ലം സമ്മാനം കിട്ടി. ആനന്ദ് PK, സുപർണ ശർമ്മ എന്നിവർക്കാണ് പുലിറ്റ്സർ കിട്ടിയത്. ഇന്ത്യയിൽ വ്യാപകമായ ഡിജിറ്റൽ അറസ്റ്റ് എന്ന തട്ടിപ്പും രഹസ്യ നിരീക്ഷണ വ്യവസായവും വിഷയമാക്കിക്കൊണ്ട് അവർ തയ്യാറാക്കിയ ഗ്രാഫിക് നോവലിനാണ് സമ്മാനം. ബ്ലൂംബർഗ് എന്ന US മാധ്യമത്തിലാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത്. ആനന്ദ് ചിത്രകാരനാണ്, സുപർണ ജേർണലിസ്റ്റും. ഈ 2 ഇന്ത്യക്കാർക്കുമൊപ്പം ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ടർ നാറ്റലി പിയേഴ്സണും സമ്മാനിതയായിട്ടുണ്ട്. ആപ്പ് കൊണ്ട് ട്രാപ്പിലായ ഒരു വനിതാ ഡോക്ടറുടെ അനുഭവ കഥയാണ് ചിത്രകഥയായി ബ്ലൂംബർഗിൽ വന്നത്. ക്യാമറ ദൃശ്യങ്ങൾക്ക് പകരം വരച്ച ചിത്രങ്ങളിലൂടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഗ്രാഫിക് ന്യൂസ് സ്റ്റോറി യഥാർത്ഥ കഥയെ ഒരു തിരക്കഥയായി അവതരിപ്പിക്കുന്നു. അടുക്കളയിൽ പോലും ഫോൺ അവരെ നിരീക്ഷിക്കുകയാണ്. ലക്നൌവിൽ ഡോക്ടറാണ് രുചിക ഠാണ്ടൻ. വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അതാ ഫോൺ അടിക്കുന്നു. എടുത്തപ്പോൾ ഒരു ശബ്ദം പറയുന്നു, നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന്. തട്ടിപ്പിൻ്റെ ഈ ഡിജിറ്റൽ ഭാഷ്യം അനേകം പേരെ ഇതിനകം കുടുക്കിയിട്ടുണ്ട്. മാറുന്ന ലോകത്തെ മാറാത്ത ജീവിതാനുഭവങ്ങളാണ് ഇത്തവണത്തെ പുലിറ്റ്സർ ജേതാക്കൾ ലോകത്തോട് പറഞ്ഞത്. അഴിമതി, വംശഹത്യ, അടിച്ചേൽപ്പിച്ച പട്ടിണി, ഇതിനൊപ്പം ധീരമായ ജേർണലിസം, അത്യുന്നതരെ പോലും അലോസരപ്പെടുത്തിയ റിപ്പോർട്ടുകൾ. ജേർണലിസത്തിൻ്റെ കരുത്ത് മാത്രമല്ല, വൈവിധ്യവും വെളിപ്പെടുത്തുന്നു പുലിറ്റ്സർ. പുലിറ്റ്സർ മാത്രവുമല്ല ജേർണലിസത്തിലെ മികവ് തേടി പുരസ്കാരങ്ങൾ നൽകുന്നത്.